ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മുന്നാട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. മുന്നാട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മുന്നാട്ടിലെ ചില നാട്ടുകാരോടും കടക്കാരോടും റിക്ഷക്കാരോടൊക്കെ നമുക്ക് ചോദിക്കാം, മുന്നാട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു നാടിൻ്റെ അർത്ഥം എന്താണെന്ന് ചില ആളുകളോട് നമുക്ക് ചോദിക്കാം. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ. വിശ്വട്ടാ, ഈ മുന്നാട് ഞാൻ എന്ത് വിശ്വട്ടാ? മുന്നാട് എന്ന് പറഞ്ഞാല് ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥലം തന്നെ. സ്ഥലം ഞാൻ അർത്ഥം വേണ്ടേ? ഇപ്പൊ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനെ പറ്റിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയോ മുന്നാട്? മൂന്ന് നാട് കൂടുന്ന സ്ഥലം. മൂന്ന് നാട് കൂടുന്ന സ്ഥലം. നിങ്ങൾ എന്ത് പറയുന്നത്? എനിക്കിനെ പറ്റി അറിയില്ല. അപ്പൊ നിങ്ങളുടെ നാടല്ലേ ഇത്? ആ, ഞാൻ എന്ത് അർത്ഥം പറയുന്നത്? മുന്നാട് മുന്നാട് പറഞ്ഞെങ്കിൽ ഒരു മലയോര പ്രദേശം. ആ, മലയോര പ്രദേശം നോക്കെ. അതിന്റെ അർത്ഥം എന്ത്? അർത്ഥമായിട്ട് നാട് നിങ്ങളുടെ നാടല്ലേ? നിങ്ങളുടെ നാടിന്റെ നാടന്നെ മുന്നാട് വരുമ്പോ. ഞാൻ ചോദിച്ചു. നമസ്കാരം. എന്ത് മുന്നാട് പറഞ്ഞ അർത്ഥം? നിങ്ങൾ മുന്നാട്ടുകാരനല്ലേ? ഞാൻ മുന്നാട് വന്നില്ല. മുന്നാട് ഒറിജിനൽ നമ്മളെ വൈകുണ്ഠ. അല്ല, നിങ്ങൾക്ക് മുന്നാടിന്റെ അർത്ഥം അറിയോ? എന്ത് എനിക്കറിയില്ല. അതെ, നമുക്ക് ഇവിടെ കുഞ്ഞുമണ്ണ് ഈ മുന്നാട് പറഞ്ഞാൽ എന്ത് കുഞ്ഞുമേട്ട പറയുന്നത്? മുന്നാട് എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം? അല്ല, മുന്നാട് പറഞ്ഞാൽ എന്ത് അർത്ഥം? മൂന്ന് നാട്. ആ, എന്ത് ഈ മുന്നാട് പറഞ്ഞാൽ നിങ്ങളുടെ കച്ചവടക്കുന്ന കുറെ കാലായില്ലേ? മുന്നാട് പറഞ്ഞാൽ നല്ലൊരു പേര് കേട്ട ഒരു സ്ഥലമാണ്. അതെ അതെ, അങ്ങനല്ല. മുന്നാടിന്റെ അർത്ഥം എന്ത്? മുന്നാട് എന്ന് പറഞ്ഞാല് ഈ മുണ്ടോളന്മാരെ നാട്, മുണ്ടാളന്മാരുടെ നാടാ. അങ്ങനെന്നൊരു ഉദ്ദേശം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അത്ര കൃത്യമായിട്ട് അറിയില്ല. പഴയ ആയിക്കോട്ടെ. നമസ്കാരം. നമസ്കാരം. മുന്നാട് കഴിഞ്ഞ എന്ത് അർത്ഥം? മുന്നാട് മൂന്ന് നാട് കൂടുന്ന മുന്നാട്. മൂന്ന് നാട് കൂടുന്നത്. ഈ മുന്നാട് കഴിഞ്ഞ എന്ത്? നിങ്ങൾ മുന്നാട് എത്തിയല്ലേ? മുന്നാട് കഴിഞ്ഞ എന്ത്? പണ്ട് ഞങ്ങൾക്ക് മാഷ് പറഞ്ഞു തന്നത് മൂന്ന് നാട് കൂടിയത്. നമസ്കാരം സർ. നമസ്കാരം. ഈ മുന്നാട് പറഞ്ഞ എന്ത്? മുന്നാട് മൂന്ന് നാട്. അപ്പൊ ചില ആള് പറഞ്ഞു മുന്നോട്ട് ഇല്ലേ മുന്നാട്, അങ്ങനെ പറയുന്നുണ്ട്. മൂന്ന് നാട്. ആ അതെ. ഒരു മിനിറ്റ്. ഈ മുന്നാട് പറഞ്ഞ എന്ത്? മുന്നാട് മുന്നാട് എന്ത് അർത്ഥം? എന്ത് ചെയ്യുന്നു? എനിക്കറിയില്ല. പെട്ടെന്ന് പറയാല്ലേ? മുന്നാട് പറഞ്ഞ എന്ത് പേരിന്റെ അർത്ഥം അറിയില്ല. നമസ്കാരം. നമസ്കാരം. അപ്പൊ ഈ മുന്നാട് പറഞ്ഞ എന്റെ അർത്ഥം എന്ത്? മുന്നാട് എന്ന് പറഞ്ഞാല് മുന്നാട് പറഞ്ഞാൽ എന്റെ അർത്ഥം, നിങ്ങൾ മുന്നാട്ടാറല്ലേ? മൂന്ന് നാട് കൂടിയ സ്ഥലം. വേറെന്തെങ്കിലും അർത്ഥം ഉണ്ടോ അതിന്? അങ്ങനെ ചോദിച്ചാല് കൃത്യമായിട്ട് അറിയില്ല. മൂന്ന് നാട് കൂടുന്ന സ്ഥലം എന്താ അറിയാല്ലേ? ഈ മുന്നാടല്ലേ നിങ്ങൾ? മുന്നാട് കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്ത്? മുന്നാട് പറഞ്ഞാല് അറിയോ നിങ്ങൾക്ക്? മുന്നാട് കഴിഞ്ഞാൽ എന്റെ അർത്ഥം? നാട് എന്ന് പറഞ്ഞാൽ എന്ത്? അതിന്റെ അർത്ഥം എന്ത്? അറിയില്ല. മുന്നാട് പറഞ്ഞാൽ എന്ത്? നല്ല സൂപ്പർ മാർക്കറ്റ് അല്ലേ? മുന്നാട് പറഞ്ഞാൽ എന്ത്? മുന്നാട് പറഞ്ഞാല് എന്ത് അതിന്റെ അർത്ഥം? മൂന്ന് നാട് കൂടിയത്. മൂന്ന് നാട് കൂടിയത്. രക്ഷപ്പെടുന്ന കുറേ ആയില്ലേ? ഈ മുന്നാട് കഴിഞ്ഞതിന്റെ അർത്ഥം എന്ത്? മുന്നാട് നാടിന്റെ അർത്ഥം എന്ത്? മൂന്ന് നാടും കൂടി നാട്. ആ, മൂന്ന് നാട് ഈടനല്ലേ? മുന്നാട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത്? മുന്നാട്. മുന്നാട് കഴിഞ്ഞാൽ എന്ത്? മൂന്നാട് കിട്ടുന്നത്. ആ, നമസ്കാരം. ഈ മുന്നാട് കഴിഞ്ഞാൽ എന്ത് അർത്ഥം? അപ്പോഴും ചോദിക്കട്ടെ, ഞാനും വേറെ ചോദിക്കാം. മുന്നാട് കഴിഞ്ഞാൽ എന്ത്? അറിയില്ല. നിങ്ങൾക്കറിയാം മുന്നാട് കഴിഞ്ഞാല്? അറിയില്ല. ആ, മൂന്ന് നാട് കൂടുന്നത്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ മുന്നാട് ടൗണിലേക്ക് മൂന്ന് ഭാഗത്തു നിന്നുള്ള റോഡുകൾ, നല്ല ടാറിങ് റോഡുകൾ സംഗമിക്കുന്ന ഒരു വ്യാപാര കേന്ദ്രമാണ് മുന്നാട്. മുന്നാട് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗണായി മാറുകയാണ് മുന്നാട്. മുന്നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോളേജ്, UP സ്കൂള്, ഹൈസ്കൂള്, വില്ലേജ് ഓഫീസ്, റേഷൻ കട, കള്ള് ഷാപ്പ്, എല്ലാവിധ ഫർണിച്ചർ ഷോപ്പ് തൊട്ട് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടി വളരെയധികം പെട്ടെന്ന് വളർന്നു വന്ന നാടാണ് മുന്നാട്. മുന്നാടിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു മൂന്ന് നാട് കൂടുന്ന ഒരു സ്ഥലമെന്ന്. പക്ഷേ അതിനൊക്കെയുപരി മുന്നാട് ഇനിയും മുന്നോട്ട് എന്നാണ് എനിക്ക് പറയുന്നത്. മുന്നോട്ട് കുതിക്കുന്ന ഒരു ടൗണാണ് മുന്നാട്. മുന്നാട് നിവാസികൾക്ക് എല്ലാവിധ ആശംസകളും.